Malabar kitchen. അപ്പോൾ ഇന്ന് മലബാർ കിച്ചണിൽ മലബാറിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കക്കറൊട്ടി എന്നും അതുപോലെ തന്നെ കുഞ്ഞിപ്പത്തിൽ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും അതുപോലെ മട്ടൺ വെച്ചിട്ടും ഒക്കെ ചെയ്യാം. ഇന്ന് ഞാൻ ഈ കാണിക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള കക്കറൊട്ടിയുടെ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ചാനൽ നിങ്ങൾ പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തായി കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കക്കറൊട്ടി നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് പുഴുങ്ങലരിയാണ്. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ പൊന്നി അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അരി കുതിർത്തിട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ പുഴുങ്ങലരി ഒരു 4 മണിക്കൂർ നല്ല ചൂട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പം അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുതിരാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അരച്ചെടുക്കാൻ കഴിയും. അപ്പോൾ കക്കറൊട്ടിക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഇതിനകത്തോട്ടേക്ക് ഞാനൊരു കുറച്ച് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ സവാള മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സവാളക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയും ഉപയോഗിക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് വലിയ ജീരകം, നമ്മുടെ പെരിഞ്ജീരകം 1 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് പുഴുങ്ങലരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഒരു 1/2 കപ്പിനടുത്ത് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം മാവ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഒത്തിരി പേസ്റ്റ് പോലെ അരക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ വെക്കുന്ന സമയത്ത് കണ്ടില്ല, നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാനുള്ള പാകത്തിൽ ഒരു ഇത്തിരി തരിതരിപ്പോട് കൂടിയാണ് നമ്മൾ ഈ മാവൊന്ന് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുക്കാം. എന്നിട്ട് മാവ് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി അങ്ങ് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഉപ്പൊക്കെ നോക്കി ഞാനൊന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ കോയിൻ കണക്ക് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ ഇത്തിരി എണ്ണയൊന്ന് തടവിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നടുവിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് മുഴുവൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ കുഞ്ഞിപ്പത്തിലും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിനകത്ത് ആവശ്യത്തിന് വെള്ളം വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പത്തിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് തുടങ്ങി 25 മിനിറ്റ് എങ്കിലും എടുക്കും ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കുഞ്ഞിപ്പത്തിൽ ഒന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചിക്കനിൽ ചെയ്യാം, അതുപോലെ ബീഫിൽ ചെയ്യാം, മട്ടണിൽ വേണമെങ്കിലൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഞാനൊരു 400-450 ഗ്രാമിനടുത്ത് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്, കാരണം നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനകത്തോട്ടേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് ഞാനൊരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിനകത്തോട്ടേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണിനടുത്ത് വലിയ ജീരകം അഥവാ നമ്മുടെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ കുഞ്ഞിപ്പത്തിൽ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ കറക്റ്റ് 1/2 മണിക്കൂറേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കുഞ്ഞിപ്പത്തിൽ നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു സോസ് പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു വലിയ പീസ് ഇഞ്ചിയും അത്യാവശ്യം വലിയ പീസ് ഒരു ഇഞ്ചിയും 3 വെളുത്തുള്ളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി
ഇഞ്ചിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് സവാള അരിഞ്ഞതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു 2 മീഡിയം സൈസുള്ള സവാളയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി സവാള നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പം എണ്ണയിൽ കിടന്ന് വഴണ്ടി ശരിക്കും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിനകത്തോട്ടൊക്കെ പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ 2 മിനിറ്റ് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂണിനടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിനടുത്ത് ചിക്കൻ മസാല ചേർക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാള എടുത്തപ്പോൾ അത്യാവശ്യം വലിയ ഒരു തക്കാളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ ഉപയോഗിക്കാൻ നോക്കാം. ഇനി ഇത് നന്നായിട്ട് ശരിക്കും വെന്ത് നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ പാകത്തിലാകുന്നത് വരെ തക്കാളി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ തവി വെച്ചിട്ട് ഒന്നുകൂടി ശരിക്കൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ടേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയും ബാക്കിയുള്ള പൊടികളൊക്കെ ആയിട്ട് ചിക്കൻ ഒന്നുകൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇനി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഈ മസാലയുടെ ടേസ്റ്റ് മൊത്തമായിട്ട് അങ്ങ് പോകും. അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. പിന്നെ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിള വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. കുഞ്ഞിപ്പത്തിലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തവി വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഈ പത്തിലും കറിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതിനുശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തുടങ്ങി 15 മിനിറ്റ് വരെയെങ്കിലും ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. എന്നാലും മാത്രമേ ഈ പത്തിലോട്ടേക്ക് ഈ കറിയുടെ ഫ്ലേവർ ശരിക്കും ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും നല്ലൊരു റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ഇത്തിരി സമയം കൂടി നമുക്കൊന്ന് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് കൂടി കുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ളത് കൂടി അതൊന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ കക്കറൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നല്ല ചൂടോടുകൂടി തന്നെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കറൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നോമ്പുതുറക്കൊക്കെ ശരിക്കും നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.